ചിലരെ അവഗണിക്കാൻ പഠിക്കൂ. ചാണക്യതന്ത്രങ്ങൾ. യൂട്യൂബ് വൈറൽ സ്ക്രിപ്റ്റ് ഭാഗം 1. ചിലരെ അവഗണിക്കാൻ പഠിക്കൂ. അപ്പോൾ അവർ തന്നെ നിങ്ങളെ അംഗീകരിക്കാൻ പഠിക്കും. ഈ ശക്തമായ വാക്കുകൾ പറഞ്ഞത് ഭാരതത്തിലെ മഹാനായ തന്ത്രജ്ഞനും ദാർശനികനുമായ ചാണക്യയാണ്. ജീവിതത്തിൽ നമ്മളിൽ പലർക്കും ഒരു പൊതുവായ അനുഭവമുണ്ട്. നമ്മൾ സത്യസന്ധമായി ജീവിച്ചാലും ആരെയും ദ്രോഹിക്കാതിരുന്നാലും ചില ആളുകൾ നമ്മെ ചെറുതായി കാണും. ചിലർ നമ്മെ അവഗണിക്കും, ചിലർ നമ്മെ വിമർശിക്കും, ചിലർ നമ്മൾ പരാജയപ്പെടുമെന്ന് തന്നെ കാത്തിരിക്കും. ഇത്തരത്തിൽ ഒരിക്കൽ പോലും അനുഭവിച്ചിട്ടില്ലാത്ത ആളുകൾ വളരെ കുറവാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ആരെയും ദോഷം ചെയ്തിട്ടില്ല, പിന്നെ എന്തുകൊണ്ടാണ് ചിലർ എന്നെ ഇങ്ങനെ കാണുന്നത്? ഇതാണ് ജീവിതത്തിലെ വലിയൊരു യാഥാർത്ഥ്യം. ഈ ലോകം എല്ലായ്പ്പോഴും നീതിപൂർണമായിരിക്കണമെന്നില്ല. നിങ്ങൾ നല്ലവനായതിനാൽ മാത്രം എല്ലാവരും നിങ്ങളെ ബഹുമാനിക്കണമെന്നില്ല. പക്ഷെ അതിനൊരു പരിഹാരമുണ്ട്. ചാണക്യൻ പറയുന്നതെന്താണെന്നറിയാമോ? മറ്റുള്ളവരെ മാറ്റാൻ ശ്രമിക്കേണ്ടതില്ല, സ്വയം ശക്തനാകാൻ പഠിക്കുക. നിങ്ങൾ ശക്തനാകുമ്പോൾ ലോകം നിങ്ങളെ സ്വയം അംഗീകരിക്കും. അതുകൊണ്ടാണ് ഇന്നീ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ചാണക്യൻ പറഞ്ഞ 9 ശക്തമായ തന്ത്രങ്ങൾ. ഈ തന്ത്രങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ഉപയോഗിക്കാൻ തുടങ്ങുകയാണെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ അവഗണിക്കുന്നതല്ല, മറിച്ച് അവർ നിങ്ങളെ ബഹുമാനിക്കാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ആദ്യ തന്ത്രത്തിലേക്ക് കടക്കാം. 1. ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഫോക്കസ് ഓൺ യുവർ ഗോൾ. ജീവിതത്തിൽ വിജയിക്കുന്നവരും പരാജയപ്പെടുന്നവരും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്താണ്? പലരും കരുതുന്നത് അതാണ് പ്രതിഭ. പക്ഷേ യാഥാർത്ഥ്യം അതല്ല. വിജയിച്ച ആളുകൾക്ക് മാത്രം വലിയ പ്രതിഭയുണ്ടെന്നല്ല, പരാജയപ്പെട്ടവർക്കും കഴിവുണ്ടാകും. അപ്പോൾ വ്യത്യാസം എന്താണ്? ശ്രദ്ധ. വിജയിച്ച ആളുകൾ അവരുടെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. പരാജയപ്പെടുന്നവർ ചെറിയ കാര്യങ്ങളിൽ സമയം കളയുന്നു. ചാണക്യൻ ഒരു മനോഹരമായ ഉദാഹരണം പറയുന്നു. നിങ്ങളൊരു മാവിന് മുൻപിൽ നിൽക്കുകയാണെന്ന് കരുതൂ. അവിടെ നിങ്ങൾക്ക് 2 കാര്യങ്ങൾ കാണാം. ഒന്ന് മരം, മറ്റൊന്ന് മാമ്പഴം. നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? മരം നോക്കി നിൽക്കുകയാണോ അല്ലെങ്കിൽ മാമ്പഴം എടുക്കുകയാണോ? ചാണക്യൻ പറയുന്നു, നിങ്ങളുടെ ലക്ഷ്യം മാമ്പഴമാണ്, മരമല്ല. അതായത് ജീവിതത്തിൽ നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. പക്ഷെ പ്രശ്നം എന്താണെന്നറിയാമോ? ലോകത്ത് ധാരാളം ആളുകളുണ്ട് നിങ്ങളുടെ ശ്രദ്ധ തകർക്കാൻ ശ്രമിക്കുന്നവർ. അവർ നിങ്ങളെ വിമർശിക്കും. അവർ പറയും, നിനക്കിത് സാധിക്കില്ല, ഇത് നിനക്കല്ല, നീ പരാജയപ്പെടും. ഇവ കേൾക്കുമ്പോൾ പലരും തളരുന്നു. പക്ഷെ ചാണക്യൻ പറയുന്നത് വളരെ ലളിതമാണ്. നിങ്ങളുടെ ശ്രദ്ധ നഷ്ടപ്പെടരുത്. മോശം ആളുകളുടെ ജോലി നിങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്നതാണ്. പക്ഷെ നിങ്ങളുടെ ജോലി ഒന്ന് മാത്രം, നിങ്ങളുടെ ലക്ഷ്യം നേടുക. നിങ്ങൾ ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ലോകം മുഴുവൻ നിങ്ങളെ തടയാൻ കഴിയില്ല. 2. ഇല്ല എന്ന് പറയാൻ പഠിക്കൂ. ലേൺ ടു സേ നോ. ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കഴിവുണ്ട്. പലർക്കും അത് പഠിക്കാൻ കഴിയുന്നില്ല. അതെന്താണെന്നറിയാമോ? ഇല്ല എന്ന് പറയാനുള്ള കഴിവ്. നിഷ്കളങ്കരായ ആളുകൾക്കൊരു വലിയ പ്രശ്നമുണ്ട്. അവരെല്ലാവർക്കും സഹായിക്കാൻ ശ്രമിക്കും. ആർക്കെങ്കിലും ഒരു ജോലിയുണ്ടെങ്കിൽ അവർ പറയും, ശരി, ഞാൻ ചെയ്യാം. പക്ഷേ അതിൻ്റെ ഫലമെന്താണ്? അവർ സ്വന്തം ജീവിതം മറക്കും. അവർ മറ്റുള്ളവർക്കായി ജീവിക്കുന്നു. ഒടുവിൽ അവർ തന്നെ ക്ഷീണിക്കുന്നു. അതിനാലാണ് ചാണക്യൻ പറയുന്നത്, ഒരു വ്യക്തിക്ക് തൻ്റെ അതിരുകൾ നിശ്ചയിക്കണം. അതിരുകളില്ലാത്ത ജീവിതത്തിൽ ആളുകൾ നിങ്ങളുടെ ദൗർബല്യങ്ങൾ മുതലെടുക്കും. ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ എല്ലാത്തിനും അതെ എന്ന് പറഞ്ഞാൽ ആൾക്കാർ നിങ്ങളെ ബഹുമാനിക്കില്ല, മറിച്ച് അവർ നിങ്ങളെ ഉപയോഗിക്കും. അതുകൊണ്ട് ചിലപ്പോൾ ഇല്ല എന്ന് പറയുന്നത് സ്വാർത്ഥതയല്ല, അത് ആത്മാഭിമാനമാണ്. 3. കുറച്ചു സംസാരിക്കൂ. സ്പീക്ക് ലെസ്, വാല്യൂ മോർ. ഇന്നത്തെ ലോകത്ത് ഒരു വലിയ തെറ്റിദ്ധാരണയുണ്ട്. പലരും കരുതുന്നു, ഞാൻ എല്ലാം വിശദീകരിച്ചാൽ ആൾക്കാർ എന്നെ മനസ്സിലാക്കും. പക്ഷേ യാഥാർത്ഥ്യം മറിച്ചാണ്. നിങ്ങൾ എല്ലാത്തിനും മറുപടി പറയാൻ തുടങ്ങുമ്പോൾ ആൾക്കാർ നിങ്ങളെ ഗൗരവമായി എടുക്കുന്നത് നിർത്തും. ഒരു ഉദാഹരണം നോക്കാം. ഒരു ബ്രാൻഡ് എല്ലായിടത്തും ലഭ്യമായാൽ അതിൻ്റെ വില കുറയും. പക്ഷേ ഒരു ബ്രാൻഡ് ലിമിറ്റഡ് എഡിഷൻ ആയാലോ? അപ്പോൾ ആളുകൾ അതിന് കൂടുതൽ വില നൽകും. അത് മനുഷ്യരിലും ബാധകമാണ്. നിങ്ങൾ എല്ലായ്പ്പോഴും സംസാരിച്ചാൽ നിങ്ങളുടെ വാക്കുകൾക്ക് വില കുറയും. പക്ഷെ നിങ്ങൾ ആവശ്യത്തിന് മാത്രം സംസാരിച്ചാലോ? നിങ്ങളുടെ വാക്കുകൾക്ക് ശക്തിയുണ്ടാകും. ചാണക്യൻ പറയുന്നു,
മൗനം പലപ്പോഴും ഏറ്റവും ശക്തമായ മറുപടിയാണ്. നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ മറ്റുള്ളവർ ചിന്തിക്കാൻ തുടങ്ങും, ഇയാൾ എന്തുകൊണ്ടൊന്നും പറയുന്നില്ല. ഈ സസ്പെൻസ് തന്നെ നിങ്ങളുടെ ശക്തിയായി മാറും.